ഹായ് എവ്രി വൺ. ഇന്ന് നമ്മളുള്ളത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാലിക്കറ്റ് ബീച്ചിലാണ്. അപ്പോൾ നമുക്കിന്ന് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയത് സുനിത വില്യംസ് മാമിനെ കാണാൻ പറ്റിയതാണ്. മാമിൻ്റെ വൺസ് അപ്പോൺ എ ടൈം ഇൻ സ്പേസ് എന്നുള്ള കുട്ടികളായിട്ടുള്ളൊരു സെഷനിലാണ് നമുക്ക് കാണാൻ പറ്റിയത്. എൻ്റെ ലൈഫിൽ കിട്ടിയതിൽ ബെസ്റ്റ് ഒരു ഇൻസ്പിറേഷണൽ ടോക്കായിരുന്നു ഇത്. ആൻഡ് എങ്ങനെ തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്നുള്ള കാര്യം, സ്പേസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, പേഴ്സ്പെക്റ്റീവ്സാണ് മാറുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാം ഷെയർ ചെയ്തിരുന്നത്. ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷനിലുപരി ഇമാജിനേഷൻ എത്രത്തോളം പവർഫുള്ളാണ് ഈ വേൾഡ് മൂവ് ചെയ്യുക എന്നുള്ള വലിയൊരു ഇൻസൈറ്റ് മാമിൻ്റെ ഒരു സെഷനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മാം ഈ കുട്ടികളോട് എത്ര പൊളൈറ്റ് ആൻഡ് കൈൻഡായിട്ടാണ് സംസാരിച്ചത് എന്നുള്ളതും ഭയങ്കര നോട്ടബിൾ കാര്യമായിരുന്നു. ആൻഡ് റിമ ഈസ് ഓൾസോ ആ ഒരു എനർജി മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ആങ്കർ ചെയ്തു. ആൻഡ് ദ ഈഗിൾ മാൻ എന്നറിയപ്പെടുന്ന മിസ് അസീസ് ഖാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾ ഈഗിൾസിന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണാൻ പറ്റി. ആൻഡ് ഈ മനോഹരമായ കാഴ്ച ഫീൽ ചെയ്യാൻ പറ്റി. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ഓഥറായ മനോജ് പിള്ളനെ കണ്ടു. ഇതൊക്കെയാണ് KLFൻ്റെ വിശേഷണങ്ങൾ. സെയിം ഡേ നമ്മളൊരു സയൻസ് പാർക്ക് പോയിരുന്നു. ആൻഡ് എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്നൊരു കാര്യമല്ല, ഞാൻ സം റാൻഡം കിഡ്സിന് ബേസിക് സയൻസ് പഠിപ്പിച്ചു കൊടുത്തു ഗൈസ്. സയൻസ് എങ്ങനെ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അവിടെ ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്.